നല്ല അസല് പണിയാണ് ഇസ്രായേലിനെ കെട്ടിക്കൊണ്ട് വെക്കുന്നത്. കാരണം ഇസ്രായേൽ പറഞ്ഞ കാര്യം എന്താ അറിയോ, ഞങ്ങൾ എന്താ പറയുക, ഇറാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, ഇറാൻ ഞങ്ങളോട് ഒറ്റവട്ടം എന്താ പറയുക, ഒന്ന് ആവശ്യപ്പെടുക യുദ്ധം നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ വെടി നിർത്താൻ വേണ്ടി ഇറാനോട് ഇറാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം നിർത്താം. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? കിടപ്പങ്ങ് മനസ്സിലായോ? എന്തേതും അടിയാണ് അടിക്കുന്നത് ഇറാൻ എന്ന് അറിയോ? അടിച്ചിട്ട് നല്ല ഓരോ തെലബീബ് ആ സിറ്റികൾ മൊത്തമായിട്ട് എന്താ പറയുക കത്തിങ്ങനെ നശിക്കുന്ന രംഗം നമ്മൾ കണ്ടു കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താ അറിയോ, നമ്മൾ യുദ്ധം നിർത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ ഇസ്രായേലിനോട് ഇറാൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല. കാരണം അറിയോ, ഇത് നിർത്തുന്ന സമാധാനമാണ് വേണ്ടത്. പാവപ്പെട്ട ആൾക്കാർ മരിക്കുന്നതും കൊണ്ട് യാതൊരുവിധ ഒരു കാര്യമില്ല. ഇസ്രായേൽ എന്ന നിരഭോജികൾക്ക് പേടി കുടുങ്ങിയ സമയത്ത്, ഏത് ഭയം, എന്താ പറയുക, ഇറാനടുത്ത് നല്ല അസല് പണി കിട്ടാൻ തുടങ്ങിയപ്പോൾ, നല്ല പണി ഇങ്ങനെ കിട്ടിയ സമയത്ത് എന്തായെന്ന് അറിയോ, അവർക്ക് ഭയം വന്നു. എന്താ പറയുക, ഇറാൻ്റെ ആയുധങ്ങൾ, മിസൈലുകൾ ഇസ്രായേൽ പോയി പതിഞ്ഞിട്ട് ഉള്ള നാശനഷ്ടങ്ങൾ മൊത്തമായിട്ട് എന്തായാലും എല്ലാ സ്ഥലത്തേക്കും പാഞ്ഞടിക്കുന്നത്. 10, 70, 80 മിസൈലുകളാണ് ഇറാൻ ഓരോ സമയത്ത് വിടുന്നത്. ആ മിസൈലുകൾ തടുക്കാൻ ആൻഡോമിനൊന്നും കഴിയുന്നില്ല. എന്ത് പറയാൻ? അപ്പം ഞങ്ങൾ യുദ്ധം നിർത്താൻ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ന്യൂസ് എന്താ അറിയോ, ഇറാൻ ആണവായുധം ഉണ്ടാക്കാനുള്ള എല്ലാ ഹെൽപ്പുകളും മറ്റ് രാജ്യങ്ങൾ, എല്ലാ സംവിധാനങ്ങളും മറ്റ് രാജ്യങ്ങൾ ചെയ്യാമെന്നും. കാരണം റഷ്യ പറഞ്ഞ കാര്യം എന്താ, ഇറാൻ ആണവായുധം ഉണ്ടായിക്കോട്ടെ, എന്തോ കുഴപ്പമുള്ളത് എല്ലാവർക്കും ഉണ്ടല്ലോ, അവർക്കും ഉണ്ടാക്കട്ടെ, ഞങ്ങൾ സഹായിക്കാമെന്ന കാര്യം പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ തോനെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ, ഇറാൻ ആണവായുധം ഉണ്ടാക്കും. അത് ഉറപ്പിക്കാനുള്ള ഒരു സംഗതി മാത്രമേ. എന്താ അറിയോ, ഇറാനും റഷ്യയും കൂടി ചേർന്ന് ഇറാന് വേണ്ടിയിട്ട് ആണവായുധം ഉണ്ടാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള സംസാരമാണ്. എന്താ അറിയോ, ഇറാനെ സംബന്ധിച്ചോളം ആണവായുധം ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അത് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് അത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അറിയോ, ഇസ്രായേലിൻ്റെയും അമേരിക്കൻ്റെയും ശരിക്കുള്ള പേടി, ഭയം, ആ എന്തിനു വേണ്ടിയായിരുന്നു ഇസ്രായേൽ ആക്രമിച്ചത്, അമേരിക്ക ആക്രമിച്ചത്, എല്ലാം വെള്ളത്തിലായി അവരെ തലയ്ക്കും മേലെ റഷ്യ കയറി വന്നുകാണ് ഇങ്ങനെ പറയുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഏതാണ്ട് നല്ല അസല് പണിയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏത് രൂപത്തിൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കുന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഏതായാലും ഇസ്രായേലും അമേരിക്കയും എന്താ അറിയോ, ഒരു സൗകര്യതാണ് സംഗതി ഇല്ല. എല്ലാ വിധത്തും നാണം കിട്ടും. അതിശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുക എന്നുള്ള രീതിയിലേക്കായി മാറി. താങ്ക് യു വെരി മച്ച്.